ഹലോ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബ്ലോക്ക് 2 ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, യൂണിറ്റ് 5 ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ്സ് നീഡ് ഫോർ ബൈയിങ്, സെല്ലിങ് ആൻഡ് ബോറോവിങ് ആൻഡ് ലെൻഡിങ് ഫോറിൻ കറൻസീസ്. നമുക്കൊരു ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുമ്പോൾ നമുക്ക് ഫോറിൻ കറൻസീസ് ആവശ്യമായിരിക്കും. ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ലെൻഡിങ് പർപ്പസിനൊക്കെ നമുക്ക് എന്താവശ്യമുണ്ട്? ഫോറിൻ കറൻസീസ് ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് നമ്മൾ ഷോർട്ടാക്കിയിട്ട് ഫോറെക്സ് എന്ന് വിളിക്കാറുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഓർ ഫോറക്സ് മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് വേർ വൺ കറൻസി ഈസ് എക്സ്ചേഞ്ച്ഡ് ഓർ ട്രേഡഡ് ഫോർ അനദർ കറൻസി. ഒരു കറൻസി വേറെ കറൻസിക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. Most of the financial market had a physical center or stage trading floor where dealers need to transact their trade by outcry method. പണ്ട് കാലത്തുള്ള മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വേണ്ട ആൾക്കാർ പോയിട്ട് ആ മാർക്കറ്റിൽ പോയിട്ട് ഔട്ട്ക്രൈ മെത്തേഡ് എന്നാണ് പറയുക. ആവശ്യമുള്ളവർ വിളിച്ചു പറഞ്ഞിട്ട് ആവശ്യക്കാരുന്ന കറൻസീസ് വാങ്ങിയിട്ടായിരുന്നു പോകേണ്ടായിരുന്നത്. സോ ആ ഒരു ഫിസിക്കൽ സെൻറ്റർ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. ആ ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് ആ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് കിട്ടും. സോ ആ ഒരു ഫിസിക്കൽ സെൻറ്റർ എന്നുള്ള ഒരു സെൻസ് മാറിയിട്ട് ഇപ്പം അതും കൂടി ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ഡീലിംഗ് സെൻറ്റേഴ്സ് ആൻഡ് ഈച്ച് ഓപ്പറേറ്റിംഗ് ഇൻ എ സ്പെസിഫിക് ടൈം സോൺ. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ നമ്മളത് പ്ലേ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെയൊക്കെ നമുക്ക് ഫോറിൻ കറൻസീസ് വാങ്ങാനും വിൽക്കാനും പറ്റുന്നുണ്ട്. സോ each operating with a specific time zone. ലണ്ടൻ, ന്യൂയോർക്ക് ആൻഡ് ടോക്കിയോ. ലണ്ടൻ ഈസ് ദ മെയിൻ ഫോറക്സ് മാർക്കറ്റ് സെൻറ്റർ എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പ്ലെയേഴ്സ്, ദർ ആർ വാരിയസ് പാർട്ടിസിപ്പൻസ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ആരൊക്കെയാണ് മേജർ പാർട്ടിസിപ്പൻസ് ഇതിൽ പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വിച്ച് ആക്ട് ആസ് എ ക്ലിയറിംഗ് ഹൗസ് ബിറ്റ്വീൻ ദ യൂസേഴ്സ് ആൻഡ് ഏണേഴ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. കൊമേഴ്ഷ്യൽ ബാങ്ക് ആവശ്യക്കാരുടെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഒരു ക്ലിയറിംഗ് ഹൗസായിട്ട്, ഈ ഒരു കറൻസി കൊടുക്കാനൊക്കെ സഹായിക്കുന്ന ക്ലിയറിംഗ് ഹൗസായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദ ബാങ്ക് ഹാസ് ആൾസോ ഡീൽ വിത്ത് ഫോറിൻ എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ്. അവിടെ ഫോറിൻ എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ് ഉണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് ബാങ്കുകൾ തമ്മിലുള്ള ഒരു മിഡിൽ മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഫോറിൻ എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ്. ഇൻവെസ്റ്റേഴ്സ്, എക്സ്പോർട്ടേഴ്സ്, ഇമ്പോർട്ടേഴ്സ്, ടൂറിസ്റ്റുകൾ, ഇവരെല്ലാം ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ പ്ലെയേഴ്സാണ്. കാരണം ഇവർക്കൊക്കെ എന്തുണ്ട്? ഫോറിൻ കറൻസിയുടെ യൂസും അപ്ലിക്കേഷനും വരുന്നുണ്ട്. ഫോറിൻ കറൻസിയുടെ യൂസും സപ്ലയേഴ്സും ഒക്കെ നമുക്ക് എന്ത് വിളിക്കാം? പ്ലെയേഴ്സ് എന്ന് വിളിക്കാം. നാഷണൽ സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് എ ലെൻഡർ ഓർ ബയർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് വെൻ ദ നാഷൻസ് ടോട്ടൽ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് ആർ നോട്ട് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. നമ്മുടെ സെൻട്രൽ ബാങ്കും അവിടെ ഒരു ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്ന പോലെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഏർണിങ്സ് ഈക്വൽ ആയില്ലെങ്കിൽ അവരവിടെ ഒരു പ്ലെയേഴ്സായിട്ട് മാറാറുണ്ട്. അധികവും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തമ്മിലാണ് ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡ്സ് നടത്താറ് എന്നുള്ളതൊക്കെയാണ് അവിടെ പറയുന്നത്. കറൻസീസ് കോമൺലി ട്രേഡഡ്. US ഡോളറാണ് ദ മോസ്റ്റ് ഹെവിലി ട്രേഡഡ് കറൻസീസ് ഇൻ ദ ഇൻ്റർനാഷണൽ ഫോറക്സ് മാർക്കറ്റ്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ റോൾ ഓഫ് ദ ഡോളർ ആസ് എ ഫോർവേഡ് കറൻസി ഓഫ് മേജർ എനർജി ആൻഡ് അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി, ദ പവർ ഓഫ് US എക്കോണമി, ദ ഡോളർ സ്റ്റാറ്റസ് ഓൺ ദ നാഷണൽ ട്രഡീഷണൽ റിസർവ് കറൻസി ആൻഡ് സേഫ് ഹെവൻ ഫോർ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ ടൈംസ് ഓഫ് വേൾഡ് ക്രൈസിസ്. ഡോളറിൻ്റെ ഒരു ശക്തി, പവർ ഓഫ് US എക്കണോമി, അല്ലെങ്കിൽ ഡോളർ എപ്പോഴും ഒരു റിസർവ് കറൻസി ആയിട്ട് പണ്ട് കാലത്ത് മുതൽക്കേ ഉപയോഗിച്ച് വരുന്നുണ്ട്. സോ അതുകൊണ്ടൊക്കെയാണ് US ഡോളറാണ് ദ മോസ്റ്റ് കോമൺ കറൻസി എന്ന് പറയുന്നത്. ട്രേഡിംഗ് ഹവേഴ്സ് പറയുന്നുണ്ട് ഓരോ മാർക്കറ്റിലെ. ലണ്ടനിൽ 8 മണി മുതൽ 16:30 16:30 വരെയാണ് ട്രേഡ് നടക്കുന്നത്. ന്യൂയോർക്കിൽ, ടോക്കിയോയിലൊക്കെ നമുക്ക് പറയുന്നുണ്ട്. വാട്ട് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്? ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അത് ഫോറിൻ എക്സ്ചേഞ്ച് കൊട്ടേഷൻ, അതിൽ 2 തരത്തിൽ കൊട്ടേഷൻ ഉണ്ട്. ഡയറക്റ്റ് കൊട്ടേഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് കൊട്ടേഷനും ഉണ്ട്, ക്രോസ് റേറ്റുകളും ഉണ്ട്. ഒരു ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ റേറ്റ് തീരുമാനിക്കുന്ന കൊട്ടേഷനാണ് പറയുന്നത്. ഡയറക്റ്റ് കൊട്ടേഷൻ മീൻസ് ഇറ്റ് ഈസ് എ പ്രൈസ് ഓഫ് 1 യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി കോട്ടഡ് ഇൻ ടേംസ് ഓഫ് ഹോം കൺട്രീസ് കറൻസി. നമ്മുടെ ഹോം കൺട്രീസ് കറൻസിയിൽ പറയുന്ന ഒരു യൂണിറ്റ് ഫോറിൻ കറൻസിയുടെ എമൗണ്ടിനെയാണ്, ഒരു പ്രൈസിനെയാണ് നമ്മൾ ഡയറക്റ്റ് കൊട്ടേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് കൊട്ടേഷൻ എന്താണ്?
അത് ഡയറക്റ്റ് കൊട്ടേഷൻ്റെ റിവേഴ്സ് ആണ്. ഇറ്റ് ഈസ് എ പ്രൈസ് ഓഫ് 1 യൂണിറ്റ് ഓഫ് ഹോം കൺട്രീസ് കറൻസി കോട്ടഡ് ഇൻ ടേംസ് ഓഫ് ഫോറിൻ കറൻസി. നമ്മുടെ ഹോം കൺട്രി ഫോറിൻ കറൻസിയിൽ കോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് കൊട്ടേഷനായിട്ട് മാറും. ക്രോസ് റേറ്റ്. Although banks deals with non-bank customers in any convertible currency, നമുക്ക് കൺവേർട്ടബിൾ കറൻസിയിൽ നോൺ ബാങ്കൊക്കെ ഡീൽ ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ട് കറൻസീസ് തമ്മിൽ കോട്ട് ചെയ്യുന്നൊരു പ്രൈസിനെയാണ് ഒരു ഇൻഡിവിജ്വൽ ബിറ്റ്വീൻസ് ആയിട്ട് ട്രബിൾസ് ഫേസ് ചെയ്യാറുണ്ട്. അതായത് രണ്ട് കോമൺ ആയിട്ടുള്ള ഒരു അണ്ടർലൈൻ കറൻസീസിൻ്റെ ആയിരിക്കും. അത് തമ്മിൽ ഒരു ക്രോസ് ചെയ്തിട്ട് വരുന്ന ആ റേറ്റിനെയാണ് ക്രോസ് റേറ്റ് എന്ന് പറയുന്നത്. ഒരു പറയുന്നത് സ്വിസ് ഫ്രാങ്ക്സ്, ഫ്രഞ്ച് ഫ്രാങ്ക്സ് എക്സ്ചേഞ്ച് റേറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം സ്വിസ് ഫ്രാങ്ക്സ് ഡോളർ ആൻഡ് ഡോളർ ഫ്രഞ്ച് ഫ്രാങ്ക്സ്. സ്വിസ്സും ഡോളറും ഫ്രഞ്ചും തമ്മിൽ ക്രോസ് റേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡു ചെയ്താൽ ആ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഡോളർ എന്നുള്ള സംഭവം പോയിട്ട് നമുക്ക് സ്വിസ്സിൻ്റെയും ഫ്രഞ്ചിൻ്റെയും ഒരു എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും. അതിനെയാണ് ക്രോസ് റേറ്റ് എന്ന് പറയുന്നത്. ഒരു കോമൺ കറൻസിയിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ആ കോമൺ കറൻസി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റേറ്റ് കിട്ടും. അതിനെയാണ് ക്രോസ് റേറ്റ് എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് കൊട്ടേഷൻ, ഇൻഡയറക്റ്റ് കൊട്ടേഷൻ, ക്രോസ് റേറ്റ്. ടൈപ്പ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ്. എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എളുപ്പമാണ്. ട്രേഡ് ട്രാൻസാക്ഷൻ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് ട്രേഡ് ട്രാൻസാക്ഷനാണ്. ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻസ് നടത്താറുണ്ട്. ടു ബാങ്ക് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ടു ബാങ്ക്സ് ആണ്. സ്പോട്ട് ട്രാൻസാക്ഷൻസ്. Spot transaction is a contract to buy or sell a quantity of a foreign currency for immediate settlement. അപ്പോൾ തന്നെ പണം കൊടുത്തിട്ട് ഫോറിൻ കറൻസി സെറ്റിൽ ചെയ്യുന്നതിനാണ് സ്പോട്ട് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇൻ്റർ ബാങ്ക് സ്പോട്ട് റേറ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. ബാങ്കുകൾ തമ്മിൽ അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു റേറ്റ് ഓഫ് സ്പോട്ട് എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാറുണ്ട്. അതിൽ ബിഡ് ആൻഡ് ഓഫർ റേറ്റ് ഉണ്ട്. ബിഡ് ആൻഡ് ഓഫർ റേറ്റ് എന്ന് പറയുന്നത് ബിഡ് റേറ്റും ഓഫർ റേറ്റും ഉണ്ട്, രണ്ടെണ്ണം. ബിഡ് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ബാങ്ക് വിൽ ബൈ ആൻഡ് ദ കൗണ്ടർ പാർട്ടി സെൽ ദ ബേസ് കറൻസി. ബാങ്ക് ബൈ ചെയ്യുന്ന റേറ്റിനെയാണ് ബി അങ്ങനെ ആലോചിച്ചാൽ മതി. ബൈ ചെയ്യുന്ന റേറ്റിനെയാണ് ബിഡ് റേറ്റ് എന്ന് പറയുന്നത്. ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് വിൽക്കാൻ തയ്യാറായിട്ടുള്ള റേറ്റാണ് ബിഡ് ആൻഡ് ഓഫർ റേറ്റ്. ഓക്കെ. അപ്പോൾ സ്പോട്ട് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യണം. സ്പോട്ട് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഒന്ന് വരുന്നതാണ് ഫോർവേഡ് ട്രാൻസാക്ഷൻ. ഫോർവേഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ട്രാൻസാക്ഷൻ വരാം. സ്പോട്ടായിട്ടും വരാം, ഫോർവേഡായിട്ടും വരാം. സ്പോട്ട് ട്രാൻസാക്ഷൻ ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റാണ് നടത്തുന്നതെങ്കിൽ ഫോർവേഡ് ട്രാൻസാക്ഷൻസിൽ നമ്മൾ ഭാവിയിൽ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കരാർ ഏർപ്പെടുത്തുന്നതിനെയാണ് ഫോർവേഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. പർച്ചേസ് ഓർ സെയിൽ ഈസ് എഗ്രീഡ് നൗ ബട്ട് വിൽ ടേക്ക് പ്ലേസ് അറ്റ് സം ടൈം ഇൻ ഫ്യൂച്ചർ. ഇപ്പോൾ നമ്മൾ റേറ്റൊക്കെ തീരുമാനിച്ച് വെക്കും, പക്ഷെ അത് ഒരു ഭാവിയിൽ നടത്താൻ പോകുന്ന സെയിൽസിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും. മീൻസ് അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഫോർവേഡ് കൊട്ടേഷൻസൊക്കെ തീരുമാനിക്കുക. ഒരു 3 മാസത്തേക്കോ ഒക്കെ ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻസ് എത്ര ടൈപ്പ് ഉണ്ട്? ട്രേഡ് ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഉണ്ട്, സ്പോട്ട് ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഫോർവേഡ് ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഇന്ത്യൻ ഫോറക്സ് മാർക്കറ്റ് ഈസ് സ്റ്റിൽ ഇൻ ദ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ്. ഇൻ ഇന്ത്യൻ ഫോറക്സ് മാർക്കറ്റ് നോട്ട് ഓൾ ദ കറൻസീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ കറൻസീസും നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലാണ്. സ്ട്രക്ചർ ഓഫ് ഫോറിൻ മാർക്കറ്റ് ഇൻ ഇന്ത്യ ഈസ് 3 ടയർ. ഒരു 3 ടയർ സ്ട്രക്ചറിലാണ് നമ്മൾ ഇന്ത്യൻ ഫോറക്സ് മാർക്കറ്റ്. ദ ഫസ്റ്റ് പാർട്ട് കൺസിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഓതറൈസ്ഡ് ഡീലർ. These dealers are usually the commercial bank. The second is interbank market, in which the bank transact among themselves. The third is the retail part, which is authorized dealer deal with their corporate client and the retail customers. അങ്ങനെയുള്ളൊരു 3 ടയർ സ്ട്രക്ചറിലാണ് നമ്മുടെ ഒരു ഇന്ത്യൻ ഫോറക്സ് മാർക്കറ്റ് എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓതറൈസ്ഡ് ഡീലേഴ്സിനെ മെയിൻ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ പറയുന്നത് ക്ലീൻ ഇൻസ്ട്രുമെൻറ്റ്സ്, പേയ്മെൻറ്റ് അഗെയിൻസ്റ്റ് കളക്ഷൻസ്, ഇതൊക്കെയാണ് സാധാരണ അവർ നടത്തുന്ന ഓതറൈസ്ഡ് ഡീലേഴ്സ് നടത്തുന്ന ട്രാൻസാക്ഷൻസ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 6 ഡിറ്റർമിനേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്.
എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്, എങ്ങനെയാണത് റേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അല്ല, ഫസ്റ്റാണ് ഇക്വിലിബ്രിയം അപ്രോച്ച് ടു എക്സ്ചേഞ്ച് റേറ്റ്. Equilibrium approach to exchange rate determination essentially state the exchange rate between any two currencies will be determined by demand and supply of the relevant currency. എന്താണ് ഏറ്റവും നല്ലൊരു അപ്രോച്ചാണ് ഇക്വിലിബ്രിയം അപ്രോച്ച് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻസ്. ഒരു സംഭവത്തിൻ്റെ മീൻസ് ഒരു കറൻസിയുടെ ഡിമാൻഡും ആ കറൻസിയുടെ സപ്ലൈയും ഈക്വൽ ആവുന്ന റേറ്റ്. നമ്മളെപ്പോഴും പഠിച്ചിട്ടുണ്ട് പ്രൈസ് മെക്കാനിസത്തിലൊക്കെ എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഡിമാൻഡും സപ്ലൈയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ്. ദാറ്റ് മീൻസ് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഡിമാൻഡും സപ്ലൈയും നോക്കിയിട്ട് വേണം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതിലാണ്, എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇക്വിലിബ്രിയം അപ്രോച്ചിലൂടെ നമ്മൾ പഠിക്കുന്നത്. അടുത്തൊരു കോൺസെപ്റ്റാണ് പർച്ചേസ് പവർ പാരിറ്റി, PPP എന്ന് പറയും കേട്ടോ, പർച്ചേസിങ് പവർ പാരിറ്റി മെത്തേഡ്. ഒരു സ്വീഡിഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഗുസർ ഗ്യാസിലൊക്കെയാണ് പർച്ചേസിങ് പവർ പാരിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. In simple words, it means that the exchange rate between the two currency will be determined by the relative purchasing power of two currencies. ഇവിടെ പറയുന്നത് ഓരോ രാജ്യത്തിനും അതിൻ്റേതായ പർച്ചേസിങ് പവർ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ പർച്ചേസിങ് പവർ ആവില്ല, മീൻസ് ഇന്ത്യയുടെ ഡോളറിൻ്റെ പർച്ചേസിങ് പവർ ആയിരിക്കില്ല അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുക. സോ ഒരു സാധനത്തിൻ്റെ പർച്ചേസിങ് പവർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു തിയറിയാണ് കേട്ടോ PPP തിയറി എന്ന് പറയുന്നത്. പർച്ചേസിങ് പവർ ഡിറ്റർമൈൻ ചെയ്യാം എന്നുള്ളതാണ് പർച്ചേസിങ് പവർ പാരിറ്റിയിൽ പറയുന്നത്. എക്സാമ്പിൾ, ഒരു സ്റ്റാൻഡേർഡ് പിസയ്ക്ക് $1 US എന്ന് വിചാരിക്കാം. അമേരിക്കൻ ഡോളർ 1 കൊടുത്താൽ മതി. 40 രൂപയാണ് ഇന്ത്യയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു പിസയുടെ പർച്ചേസിങ് പവർ നോക്കിയിട്ട്, അതായത് ഒരു സാധനത്തിൻ്റെ പർച്ചേസിങ് പവർ നോക്കിയിട്ടാണ് അവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ PPP തിയറിയിൽ പ്രകാരം $1 ഈസ് ഈക്വൽ ടു ₹40 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം അവിടെ $1 കൊടുത്താൽ പിസ കിട്ടും, ഇവിടെ 40 രൂപ കൊടുത്താൽ പിസ കിട്ടും. സോ ആ പർച്ചേസിങ് പവർ ഓർ റിലേറ്റീവ് പർച്ചേസിങ് പവർ ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ഈസ് ഡിറ്റർമൈൻഡ് for the purpose of or evaluated for the purpose of determining exchange rate എന്നുള്ളതാണ് PPP തിയറിയിൽ പറയുന്നത്. ഓക്കെ, അടുത്തൊരു തിയറിയാണ് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി. അതും കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള തിയറിയാണ്. ദ കറൻസി ഓഫ് വൺ കൺട്രീസ് വിത്ത് എ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ഷുഡ് ബി അറ്റ് ഫോർവേഡ് പ്രീമിയം ഇൻ ടേംസ് ഓഫ് ദ കറൻസി ഓഫ് ദ കൺട്രി വിത്ത് ഹയർ റേറ്റ്. ദാറ്റ് മീൻസ് an efficient market with no transaction cost, the interest differential should be equal to the forward differential. ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇൻട്രസ്റ്റ് റേറ്റിലെ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഒരു കറൻസി ഓഫ് ലോവർ റേറ്റ് ഷുഡ് ബി എ ഫോർവേഡ് പ്രീമിയം ഇൻ ടേംസ് ഓഫ് കറൻസി ഓഫ് എ കൺട്രി വിത്ത് ഹയർ റേറ്റിലുള്ള കൺട്രീസ് തമ്മിലുള്ള ഇൻട്രസ്റ്റ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ഫോർവേഡ് ഡിഫറൻഷ്യൽ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി പ്രകാരം പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു തിയറി വരാനുള്ള കാരണം ഒരു ഫിഷർ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഫിഷർ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫിഷർ ഇഫക്റ്റ് എന്ന് പറഞ്ഞ 2 തിയറി ഉണ്ട്. അതിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഫിഷർ ഇഫക്റ്റിൽ പറയുന്നത് ദ റിയൽ ഇഫക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ദ നെറ്റ് ഇൻക്രീസ് ഇൻ ദ വെൽത്ത് ദാറ്റ് ദ പീപ്പിൾ എക്സ്പെക്ട് ടു അച്ചീവ് വെൻ ദേ ഹാവ് സേവ് ദ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ കറൻറ്റ് ഇൻകം. ഒരു റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എങ്ങനെയാണ് ഒരു ആൾക്കാർ സേവ് ചെയ്യുന്നതിലൂടെ അവരുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നത്, അതാണ് ദ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ഫിഷർ ഇൻഡെക്സിൽ പറയുന്നത്. സോ ഫിഷർ ഇഫക്റ്റ് ഈസ് 1 + നോമിനൽ റേറ്റ് ഈക്വൽ ടു അത് പ്ലസ് റിയൽ റേറ്റ് ഇൻറ്റു 1 + എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ റേറ്റ് ആണ് അവിടെ പറയുന്നത്. ഇൻ്റർനാഷണൽ ഫിഷർ ഇഫക്റ്റ്, relative changes in nominal interest rate among countries on the foreign exchange value of national currency to recall the implication of purchasing power parity and generalized Fisher effect. PPP തിയറി പ്രകാരവും ഈ ഫിഷർ ഇൻഡെക്സിനെ ജനറലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ 2 രാജ്യങ്ങൾ തമ്മിൽ ഡിഫറൻസ് വരുന്നത് അതെങ്ങനെ ഒരു തിയറിയിൽ ആക്കപ്പെടാം എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ഫിഷർ ഇഫക്റ്റിലൂടെ പറയുന്നത്. ഈ 2 തിയറിയാണ്, അതായത് പർച്ചേസിങ് പവർ പാരിറ്റി തിയറി, ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറിയും. ഇൻട്രസ്റ്റ് റേറ്റ് തിയറീസാണ് ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 തിയറീസുകൾ. ഇൻഫ്ലേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ഫിനാൻഷ്യൽ മാർക്കറ്റ് നെക്സ്റ്റ് ടോപ്പിക്കാണ്. ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്.
നമുക്കറിയാം ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൺട്രീസിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ എഫക്റ്റ് ചെയ്യാറുണ്ട്. സോ ഒരു ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സിനെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു കറൻസീനെ ചിലപ്പോൾ ഡിവാല്യൂറ്റ് ചെയ്യാനും ഒക്കെ കാരണമാകാറുണ്ട്. സോ സെൻട്രൽ ബാങ്ക് ഇൻ്റർവെൻഷൻ എന്തായാലും ഉണ്ടായിരിക്കും. സെൻട്രൽ ബാങ്ക് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്, ഇൻ്റർവെൻഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. Central bank do participate in foreign exchange market in their role as an agents to their government or banker of the bank. ഒരു ഏജൻറ്റായിട്ടും ഏജൻറ്റ് ഓഫ് ഗവൺമെൻറ്റും ബാങ്കർ ഓഫ് ബാങ്കൊക്കെ ആയിട്ടാണ് സെൻട്രൽ ബാങ്ക് സാധാരണ ഇൻ്റർവെൻ ചെയ്യാറ്. ദേ ആൾവേസ് മെയിൻറ്റെയിൻ സം ഫോം ഓഫ് പ്രസൻസ് ഇൻ ദ മാർക്കറ്റ്. Their most publicized form of involvement, however, is when they enter the market at their own or under the order of their government to stabilize the exchange rate. ഏറ്റവും കൂടുതലായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വരാറ്, മീൻസ് സെൻട്രൽ ബാങ്കിൻ്റെ ഇൻ്റർവെൻഷൻ വരാറ് ഈ വല്ലാത്തൊരു ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ, എക്സ്ചേഞ്ച് റേറ്റിൽ വല്ലാത്തൊരു ഡീവിയേഷൻസ് ഉണ്ടാകുമ്പോൾ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻ്റർവെൻഷൻസ് എന്ന് പറയാറ്. സോ ആ സ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെൻട്രൽ ബാങ്ക് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. സോ the main purpose of intervention is to alter the liquidity of market by providing either supply or demand for home currency in the foreign exchange market. ഹോം കറൻസിയുടെ സപ്ലൈയുടെ ഡെഫിഷ്യൻസി വരുമ്പോഴോ അല്ലെങ്കിൽ അതിന് ഡിമാൻഡ് ആവശ്യമായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലിക്വിഡിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് മെയിൻ പർപ്പസായിട്ട് സെൻട്രൽ ബാങ്ക് ചെയ്യാറ്. ഓക്കെ, the intervention of central bank is not limited at its own market and it can request other central bank to act as an intervening agent in the market. മറ്റുള്ള സെൻട്രൽ ബാങ്കിൻ്റെ ഇൻ്റർവെൻഷനും കൂടി റിക്വസ്റ്റ് ചെയ്യാനുള്ള പവറൊക്കെ ആർക്കുണ്ട്, നമ്മുടെ സെൻട്രൽ ബാങ്കിനുണ്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിംഗ്, നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കുന്നത്. ഫോർകാസ്റ്റിംഗ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ ബീയിങ് ഷോർട്ട് ടേം ഓർ ലോങ് ടേം. ദ അസസ്മെൻറ്റ് ഓഫ് കറൻസി ഓർ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ ഫ്യൂച്ചർ കനോട്ട് ബി എക്സാക്റ്റ്. നമുക്കത് എങ്ങനെയൊക്കെ എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ഉണ്ട്. സോ ഷോർട്ട് ടൈം ഫാക്ടേഴ്സ്, ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഷോർട്ട് ടൈം ഫാക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ലോങ് ടൈം സ്ട്രാറ്റജീസും ഉണ്ട്. ഷോർട്ട് ടേമിൽ പറയുന്നത് unpredictability of political developments in the modern world and the speed at which they are reported always adds element of instability. നമുക്ക് ഒരുപാട് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്, ഫോറിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റെബിലിറ്റിയാണ്. പൊളിറ്റിക്കൽ പ്രഷറും അത് എഫക്റ്റ് ചെയ്യുന്ന മെത്തേഡ്സൊക്കെ വളരെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല തിയറിറ്റിക്കൽ ഷുഡ് ബി ഇൻ ദ റെസ്പോൺസ് മാർക്കറ്റ്. സോ ദ ഡെവലപ്മെൻറ്റ്സ് ഓഫ് വാട്ട് ആക്ച്വലി ടേക്ക് എന്തായിരിക്കണം എന്നുള്ളതും എന്താണ് എന്നുള്ളതും നമ്മൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ഒരു പർട്ടിക്കുലർ ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും നമുക്ക് ക്ലിയർ ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഷോർട്ട് ടൈം ഫാക്ടേഴ്സിലായിട്ട് പറയുന്നത്. സിറ്റുവേഷൻസ്, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്, ഇൻ്റർ ബാങ്ക് മാർക്കറ്റ്സ്, ഹൈലി ഷോർട്ട് ഇൻ ഡോളേഴ്സ്, ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒക്കെ. അതേപോലെ തന്നെയാണ് ലോങ് ടൈം സ്ട്രാറ്റജീസും കൂടി ചെയ്യുമ്പോൾ ഒരു അണ്ടർലൈൻ ട്രെൻഡ് അനലൈസ് ചെയ്തിട്ട് ടെക്നിക്കൽ മെത്തേഡ്സ്, ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് വേണം നമ്മൾ ലോങ് ടൈം സ്ട്രാറ്റജിയൊക്കെ ഫോർകാസ്റ്റിങ്ങിൽ ഉപയോഗിക്കാൻ എന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ 6th ചാപ്റ്റർ. 7ാമത്തെ ചാപ്റ്റർ കറൻസി റിസ്ക് മാനേജ്മെൻറ്റ്. 7th chapter we had to going to discuss currency risk management. What is currency risk and exposure? റിസ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, ദ പോസിബിലിറ്റി ഓഫ് ലോസിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കറൻസി റിസ്കിൽ എന്തൊക്കെ റിസ്കുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്ന കറൻസി റിസ്ക്കാണ് ട്രാൻസ്ലേഷൻ റിസ്ക്. ട്രാൻസ്ലേഷൻ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു കറൻസിനെ വേറെ കറൻസിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് വരുന്ന റിസ്കിനെയാണ് ട്രാൻസ്ലേഷൻ റിസ്ക് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ റിസ്ക് ഉണ്ട് രണ്ടാമത്തെ. ദ അസോസിയേറ്റഡ് റിസ്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻ വെദർ ദ കമ്പനി ഈസ് പ്രൈമർലി ഇൻ ഇമ്പോർട്ടർ ഓർ എക്സ്പോർട്ടർ. ആ ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന റിസ്കിനെയാണ് ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് എക്കണോമിക് റിസ്ക്. എക്സ്ചേഞ്ച് റേറ്റിൽ ഒരു ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂലൊക്കെ ഉണ്ടാകുന്ന മെഷേഴ്സിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എക്കണോമിക് റിസ്ക് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ റിസ്ക്, പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ട് വരുന്ന കൺട്രി റിസ്കുകളാണത് പൊളിറ്റിക്കൽ റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ഡിഫറൻസ് മൂലം ഉണ്ടാകുന്ന റിസ്കിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കറൻസി റിസ്കുകൾ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ട്രാൻസ്ലേഷൻ റിസ്ക്, ട്രാൻസാക്ഷൻ റിസ്ക്, എക്കണോമിക് റിസ്ക്, പൊളിറ്റിക്കൽ റിസ്ക് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വൈ മാനേജ് കറൻസി റിസ്ക്. എങ്ങനെയൊക്കെയാണ് നമുക്ക്
കറൻസി റിസ്കിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് മാനേജിങ് കറൻസി റിസ്ക് ഈസ് വിത്ത് ഡെറിവേറ്റീവ്സ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ്. വാട്ട് ഈസ് ഡെറിവേറ്റീവ്? Derivatives are used to manage the systematic or market risk. മാർക്കറ്റ് റിസ്കിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ക് കവർ ചെയ്യാനുള്ള ഒരു എക്സ്പോഷറാണ് ഹെഡ്ജിങ്. സോ ആ ഒരു മെത്തേഡാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ് ഈ കറൻസി റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെയാണ് ഫോർവേഡ് റേറ്റ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഫോർവേഡ് കോൺട്രാക്റ്റ്. Forward contract is the instrument wherein the price of foreign currency, forward currency is the future spot rate for the maturity as expected by the market. നമ്മൾ ഭാവിയിൽ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് വരുത്തുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഫോർവേഡ് റേറ്റ് എഗ്രിമെൻ്റ് ഒക്കെ വയ്ക്കുക. നമുക്കൊരു ഫിക്സഡ് റേറ്റിൽ നമുക്ക് എത്രത്തോളം ഫ്ലോട്ടിംഗ് റേറ്റ്സ് വേണം എന്നുള്ളതൊക്കെ ഒരു സിംഗിൾ പീരീഡ് ഓഫ് ടൈമിൽ ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഭാവിയിൽ നമ്മളൊരു കറൻസീനെ കുറിച്ചിട്ട് വാങ്ങിക്കാനും വിൽക്കാനും ഇപ്പോഴത്തെ ഒരു റേറ്റിൽ വാങ്ങിക്കാൻ വിൽക്കാനുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണതിനാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചറും ഫോർവേഡും ഏകദേശം ഒരേപോലെ തന്നെ ആണെങ്കിൽ പോലും രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഈസ് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. എക്സ്ചേഞ്ചിലൂടെ ട്രേഡ് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ. ഫോർവേഡ് എന്ന് പറയുന്നത് രണ്ട് ആൾക്കാർ തമ്മിലുള്ള കോൺട്രാക്റ്റിലൂടെ വരുന്ന ഒന്നിനെയാണ് നമ്മൾ ഫോർവേഡ് എന്ന് പറയുന്നത്. അവിടെ ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടായിരിക്കും, ഒരു റെഗുലേറ്റഡ് ആയിരിക്കും. ഫോർവേഡ് എന്ന് പറയുന്നത് സെൽഫ് റെഗുലേറ്റഡ് ആണ് എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. മൂന്നാമത്തെയാണ് ഫ്യൂച്ചർ. ഫോർവേഡ് കഴിഞ്ഞാൽ കറൻസി ഓപ്ഷൻസ്. ഓപ്ഷൻസും ഫോർവേഡിനും ഫ്യൂച്ചറിനെ പോലെ തന്നെയാണ്. പക്ഷെ എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഓപ്ഷൻസ് ഗിവ് ദ റേറ്റ്. ഓപ്ഷൻസിലോ റേറ്റ് ഉണ്ട്. ആ ഓപ്ഷൻസ് കോൺട്രാക്റ്റ് വാങ്ങുന്ന ആൾക്ക് അയാൾക്കത് ഫേവറബിൾ ആയിട്ട് തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻ കോൺട്രാക്റ്റ് എക്സൈസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അയാൾക്കത് എലിമിനേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാനാണ് ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ, ഞാനാണ് ആ ഓപ്ഷൻ കോൺട്രാക്റ്റ് വാങ്ങുന്നതെങ്കിൽ ബയർ ഹാസ് ദ റൈറ്റ് ടു എക്സൈസ് ഓപ്ഷൻസ് കോൺട്രാക്റ്റ് ഇൻ ഫ്യൂച്ചർ. നമുക്കൊരു റേറ്റ് ഉണ്ട് അവിടെ. നമുക്ക് വേണമെങ്കിൽ അത് ഫേവറബിൾ അല്ല സിറ്റുവേഷൻ എങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള റേറ്റ് കൊടുക്കുന്നതാണ് ഓപ്ഷൻസ് കോൺട്രാക്റ്റ്. ബാക്കിയുള്ള ടേംസൊക്കെ സാധാ പോലെ തന്നെ. അടുത്തതാണ് സാപ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എഗ്രിമെൻറ്റ് ടു ബൈ ആൻഡ് സെൽ എ കറൻസി അറ്റ് എഗ്രീഡ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് വേർ ദ ബൈ ആൻഡ് സെൽസ് ട്രാൻസാക്ഷൻ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. പല ടൈമിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ബൈ ആൻഡ് സെല്ലിങ്സിനെ ഏകോപിപ്പിക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് സാപ്സ് എന്ന് പറയുന്നത്. ആ സാപ്സിൽ തന്നെ പല ടൈപ്പിലുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് സാപ്സ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് സാപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും, വേറെ ആൾക്കൊരു ഫ്ലോട്ടിംഗ് റേറ്റിൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിനെ ഞാൻ മറ്റുള്ള ഫ്ലെക്സിബിൾ ഇൻട്രസ്റ്റ് റേറ്റുള്ള കോൺട്രാക്റ്റ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാണ്. സോ അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് സാപ്സിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻസ്, സാപ്സ് ഇതൊക്കെയാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.